നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരായ ഇഡിയുടെ നടപടിയിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ്. രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് കോൺഗ്രസ്. രാജ്യത്തെ ഇഡി ഓഫീസുകൾക്ക് മുന്നിലേക്ക് കോൺഗ്രസ് ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തും. നാഷണൽ ഹെറാൾഡ് കേസ് രാഷ്ട്രീയ പ്രേരിതവും കെട്ടിച്ചമച്ചതുമാണെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. പ്രതിപക്ഷ ശബ്ദങ്ങളെ ഭീഷണിപ്പെടുത്താനും നിശബ്ദമാക്കാനുമുള്ള ബി.ജെ.പിയുടെ രാഷ്ട്രീയ വേട്ടയാടലാണെന്നും കെ.സി. വേണുഗോപാൽ ആരോപിച്ചു. അതേസമയം കേസിനെ തങ്ങൾ പോരാടി വിജയിക്കുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഇത് വലിയ ഒരു തമാശയാണ്. ഇവിടെ ഈ കേസിൽ, നാഷണൽ ഹെറാൾഡ് കേസിൽ, യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥർ, ട്രസ്റ്റിൽ രണ്ടംഗങ്ങൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും, 76% ഉടമസ്ഥർ, ഓഹരി ഉടമ അവരുടെ കൈവശമാണ്. അവർക്കെതിരെയാണ് കേസ് വരുന്നത്. അതെങ്ങനെ കോൺഗ്രസിനെതിരെയുള്ള കേസാകുമെന്നുള്ളതാണ്. തട്ടിപ്പ് നടത്തിയത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്നാണ്. 2000 കോടി മുഖവിലയുള്ള നാഷണൽ ഹെറാൾഡിൻ്റെ സ്വത്തുക്കൾ 50 ലക്ഷം രൂപയ്ക്ക് 50 ലക്ഷം രൂപ AICCയുടെ ഫണ്ടിൽ നിന്നെടുത്ത് സ്വന്തം പേരിലേക്ക് മാറ്റിയ ഒരു തട്ടിപ്പ്. രണ്ടാമത് ഈ വസ്തുവകൾ വിറ്റ് തുലച്ചത് മറ്റു തട്ടിപ്പ്. അത് കോൺഗ്രസിൻ്റെ മാത്രം തട്ടിപ്പായി, കോൺഗ്രസിൻ്റെ തട്ടിപ്പായി എന്ന രീതിയിൽ കോൺഗ്രസിനെതിരെ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും തന്നെയാണ് പ്രതികൾ. ഒരേ സമയം കോൺഗ്രസിനെ പറ്റിച്ചു, അതേസമയം തന്നെ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു. ഇപ്പോൾ അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, ഈ വിഷയത്തിൽ കോൺഗ്രസ് നടത്തുന്ന ഇരട്ടത്താപ്പ്. ഇഡി കേരളത്തിൽ അന്വേഷണം നടത്തുമ്പോൾ, CPM നേതാക്കളെ വേട്ടയാടുമ്പോൾ അത് ശരിയായ നിലപാടും ദേശീയ തലത്തിൽ വരുമ്പോൾ ഇഡി കുഴപ്പക്കാരനുമാകുന്ന ഒരു രീതിയാണ് കോൺഗ്രസ് തുടരുന്നത്. എന്താണ് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുത്തിരിക്കുന്ന പ്രതിഷേധ പരിപാടികളൊപ്പം തന്നെ വല്ലാത്ത പ്രതിരോധത്തിലാണല്ലോ കോൺഗ്രസ് ഈ വിഷയത്തിൽ? സിജു, തീർച്ചയായും ഈ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള സോണിയാഗാന്ധിക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും ഇഡി കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം പ്രവർത്തകരും എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ദില്ലിയിലെ പഴയ AICC ആസ്ഥാനത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ പ്രതിഷേധം തീർത്തുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായും ഈ കേസ് കള്ളക്കേസാണ്. അതോടൊപ്പം കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളാണ് BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഭാഗത്തുനിന്നുണ്ടായത്. ഈ കേസുകൾക്ക് കൃത്യമായിട്ട് തെളിവുകളില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സോണിയാഗാന്ധിയും അതോടൊപ്പം രാഹുൽ ഗാന്ധിയും ഇതിൽ നിരപരാധികളാണ് എന്നൊരു വാദമാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഗൂഢാലോചനകളും അതോടൊപ്പം വലിയ സാമ്പത്തിക തട്ടിപ്പും നടന്നു എന്ന് തന്നെയാണ് ഇഡി അവരുടെ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും സോണിയാഗാന്ധിയും അതോടൊപ്പം രാഹുൽ ഗാന്ധിയും 1ഉം 2ഉം പ്രതികളായിക്കൊണ്ടാണ് ഈ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജികളൊക്കെ തന്നെയും 25-ാം തീയതി പരിഗണിക്കുമെന്ന് ദില്ലി റോസ് അവന്യൂ കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദില്ലിയിൽ ഇത്തരത്തിൽ വലിയ പ്രതിഷേധം തീർത്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം ഇത്തരത്തിൽ പ്രവർത്തകരും എത്തിയിരിക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ദേശീയ നേതാക്കളൊന്നും തന്നെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതും ഏറ്റവും വ്യക്തമായ കാര്യമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം ഒന്നടങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ദേശീയ നേതാക്കൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇതുവരെയും AICCയുടെ ആസ്ഥാനത്ത് എത്തിയിട്ടില്ല. അതേസമയം നിരവധി പ്രവർത്തകർ മാത്രമാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രതിഷേധത്തെ തടയുന്നതിനാവശ്യമായിട്ടുള്ള സേനയെയും അതോടൊപ്പം പോലീസിനെയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനാവശ്യമായിട്ട് ബസ്സുകൾ വരെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ ബാരിക്കേഡുകൾക്ക് മുകളിൽ എത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ പ്രതിഷേധം തീർക്കുകയാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ. അതേസമയം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അതോടൊപ്പം ഇത്തരത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ആഹ്വാനം ചെയ്തെങ്കിൽ പോലും ദില്ലിയിലടക്കമുള്ള AICCയുടെ ആസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധത്തിൽ ഇതുവരെ ദേശീയ നേതാക്കൾ ആരും പങ്കെടുത്തിട്ടില്ല. ഏതാനും ചില നേതാക്കൾ മാത്രമാണ്, സച്ചിൻ പൈലറ്റിനെ പോലെയും അതോടൊപ്പം സുപ്രിയ സിൻഡറെ പോലെയുള്ള നേതാക്കൾ മാത്രമാണ് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നിലവിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം തീർക്കുക എന്ന ഒരു ഉപാധി മാത്രമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം നൽകാൻ ഇതുവരെയും കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല. നേരത്തെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ചോദിച്ചുവെങ്കിലും അത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളില്ല. അതുകൊണ്ട് തന്നെ ഇത് കോടതിയിലെത്തുമ്പോൾ തീർച്ചയായും തള്ളിപ്പോകും. നിയമപരമായി തന്നെ ഇതിനെ നേരിടുമെന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം കോൺഗ്രസ് നേതാക്കളും വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് BJP നടത്തുന്നത് ഒരു ആരോപണവുമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തി വരുന്നത്. പ്രത്യേകിച്ച് ദേശീയ നേതാക്കൾ ഇത്തരത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ
അവിടെ വലിയ തരത്തിലുള്ള ജനസഞ്ചയമൊന്നും ഇല്ല ആ പ്രതിഷേധ പ്രകടനത്തിന്. മാത്രമല്ല, അറിയാവുന്ന ഒരു കോൺഗ്രസ് നേതാവിനെയും പ്രതിഷേധ പ്രകടനത്തിൽ കാണാൻ കഴിയുന്നൊന്നുമില്ല. ഒരുപക്ഷെ വലിയൊരു വിഭാഗത്തിനൊരു പ്രതിഷേധമുണ്ടാകും ഇക്കാര്യത്തിൽ. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവരുടെ കുടുംബവും നടത്തിയ തട്ടിപ്പ് കോൺഗ്രസിൻ്റെ ചുമലിൽ കെട്ടിവെക്കുന്നത് എന്തിനാണ് എന്ന് വലിയൊരു വികാരം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കെങ്കിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം വലിയ മുതിർന്ന നേതാക്കളാരും പരിചിത മുഖങ്ങളാരും ആ പ്രതിഷേധ പ്രകടനത്തിന് മുന്നിൽ കാണാൻ കഴിയാത്തതും. റഷീദ്, സിജു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നേരത്തെ, അതായത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ രാജ്യവ്യാപകമായുള്ള പ്രതിഷേധം ആഹ്വാനം ചെയ്യുമ്പോൾ പോലും ദേശീയ നേതാക്കളടക്കം വിവിധ സംസ്ഥാനങ്ങളിലുള്ള പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ കോൺഗ്രസിനകത്തും വലിയ ഒരു ഭിന്നിപ്പ് ഉണ്ടാകുന്ന ഒരു സമീപനമാണ് ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ദില്ലിയുടെ ആസ്ഥാനത്ത്, രാജ്യ തലസ്ഥാനത്ത് തന്നെ നടക്കുന്ന ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ ദില്ലിയിലെ ദേശീയ നേതാക്കളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ നേതാക്കളോ എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് പോലും ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. അത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളെയും കോൺഗ്രസ് നേതൃത്വത്തെയും വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും നിലവിൽ കോൺഗ്രസിൻ്റെ ഈ AICC ആസ്ഥാനത്ത് നടക്കുന്ന ഈ പ്രതിഷേധത്തിൽ വളരെ കുറഞ്ഞ പ്രവർത്തകർ മാത്രമാണ് ഉള്ളത്. ഇതും ഒരു കോൺഗ്രസിനിടയിൽ തന്നെ ഒരു വിള്ളലുണ്ടാകുന്ന എന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ED ഓഫീസിലേക്ക് അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ED കുറ്റപത്രം നൽകിയതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ്. ദേശീയ തലത്തിൽ EDക്കെതിരെ നിലപാടെടുക്കുന്നു. കേരളത്തിൽ EDക്കൊപ്പം നിൽക്കുന്ന കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് കൂടി വെളിവായിരിക്കുകയാണ് പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ. വിവരങ്ങളാണ് റഷീദ് നൽകിയത്.